നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബാലേട്ട, നിങ്ങളിത് എവിടെയാ? കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്ത സ്ഥലത്ത് നിൽക്കാ ഞാൻ. ഞങ്ങൾ വന്നോണ്ടിരിക്കാ സുസ്മിക്കുട്ടി. എന്നാ പെട്ടെന്ന് വാ. ഇപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാലും ആരും ഫോളോ ചെയ്തൊന്നും വരില്ല. പിന്നെ കിഡ്നാപ്പിങ്ങിന് സാക്ഷിയായി ആ ഹൗസ് മെയ്ഡ് പൊന്നിയുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ക്ലീൻ ആയിട്ട് നടക്കും. 2 മിനിറ്റ്, ഞങ്ങൾ എത്തി. പെട്ടെന്ന് വാ. ഒന്ന് വേഗം വിടറാ. പൊന്നി, അർജന്റ് കോൾസ് ഒക്കെ കഴിഞ്ഞോ? അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, നടക്ക്. അങ്ങനെ ആജ്ഞാപിക്കാൻ ഞാൻ നിന്റെ വീട്ടിലെ അല്ല, സത്യാമ്മയുടെ വീട്ടിലെ സർവന്റാ. ശവത്തെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടിയേനെ ഞാൻ. വന്നല്ലോ. നിങ്ങളോട് പറഞ്ഞ വിടാൻ. സുസ്മിത വിടാൻ. അയ്യോ, നിർത്താൻ. വണ്ടി നിർത്താനാ പറഞ്ഞേ. നിങ്ങളോടല്ലേ പറഞ്ഞ ബലം പ്രയോഗിക്കണ്ടെന്ന്? ഇത് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത കിഡ്നാപ്പിംഗാ. ഇത് കുറെ കടന്നുപോയി കേട്ടോ. വളരെ റഫായിട്ടാ നിങ്ങൾ എന്നോട് പെരുമാറിയത്. ഇതിനൊക്കെയുള്ള പേയ്മെന്റ് ഞാൻ ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് കുറയ്ക്കും. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? റിസോർട്ടാണല്ലോ ഞാൻ പറഞ്ഞിരുന്നേ. അവിടേക്ക് ഇവിടുന്ന് വേറെ കാറുണ്ടോ? എന്ത് തീർന്നോ? പിന്നെ എന്താടി വിളിക്കണ്ട, തമ്പുരാട്ടിന്നോ? ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യാനാണോ ഞാൻ ബാലേന്ദ്രനെ കാശ് കൊടുത്തത്? എവിടെയാ ബാലേന്ദ്രൻ? പിന്നെയും ടീന്നോ? ഞാൻ കാണിച്ചുതരാം. അവിടെ എത്തിയെന്നാണല്ലോ സുസ്മിത പറഞ്ഞത്. പിന്നെ എങ്ങോട്ട് പോയി? ഒന്ന് വിളിച്ചു നോക്കണം. തേച്ചത് തന്നെ ആയിരിക്കും, ഉറപ്പല്ലേ? അവിടെ വിളിക്കുന്നുണ്ട്. സുസ്മിത എവിടാ? ബാലേന്ദ്രൻ. സുസ്മിതേ, റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടാ ഞാനിവിടെ ഒന്ന് നിൽക്കുന്നത്. നീ എന്താ എന്നോട് കളി പറയുമായിരുന്നു? കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ എവിടാ? സുസ്മിതേ, അപ്പൊ ബാലേന്ദ്രൻ കിഡ്നാപ്പ് ചെയ്തില്ലേ? സംസാരമൊക്കെ മതി. സുസ്മിതേ, ഒന്ന് പറയട്ടെ. ഹലോ ഹലോ, ഫോൺ ഇങ്ങ് തരാൻ. തരാനാ പറഞ്ഞ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ പോലുള്ള ഇല്ലിറ്ററേറ്റ് ഫൂൾസിന് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ നാട്ടില് ആരെയും ചുമ്മാ ശിക്ഷിക്കാൻ പറ്റില്ല. ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ലോകം മുഴുവൻ എന്റെ മേ പൊങ്കാലയിട്ടാലും നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? സുപ്രീം കോടതി ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഒരാളെ കുത്തിക്കൊന്നാലും അയാൾക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് FIR ഇടണം, ഇൻക്വസ്റ്റ് നടത്തണം, വിചാരണ നടത്തി കോടതിയിൽ വാദപ്രതിവാദങ്ങൾ വേണം. കുറ്റവാളിയുടെ വക്കീല് കൂടുതൽ സമർത്ഥനാണെങ്കിൽ അതേ ജഡ്ജിക്ക് തന്നെ അയാളെ വെറുതെ വിടേണ്ടി വരും. അതുപോലെ തന്നെയാ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതവും. കോടതിക്കത് തെളിവല്ല. കുറ്റസമ്മതത്തിന് ആധാരമായ തെളിവുണ്ടെങ്കിലേ
കോടതി അത് വിശ്വാസത്തിലെടുത്ത് ശിക്ഷ വിധിക്കും. ഇതൊക്കെ ഞാനൊരു വാശിക്ക് പറഞ്ഞതാന്ന് വാദിച്ചാ നീയൊക്കെ എന്തോ ചെയ്യും? ഒരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. അതാടി ഇന്ത്യൻ ശിക്ഷാ നിയമം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല. അതുപോലെ തന്നെ 100 കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇനി പറ, നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? You bloody slum dogs. ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ FIR-ഉം ഇൻക്വസ്റ്റും പോലീസ് അന്വേഷണമൊന്നും വേണ്ടടി. കോടതിയിലെ കോട്ടിട്ട വക്കീലന്മാരെ പോലെ വാദപ്രതിവാദം വേണ്ട. മനസാക്ഷിയുടെ കോടതിയാ ഇവിടെ. ഞങ്ങളെ ഇവിടെ ശിക്ഷ വിധിക്കുന്നത് നടപ്പിലാക്കുന്നത് പെട്ടെന്നായിരിക്കും. മനസ്സിലാവടി? ഡേ അതിങ്ങെടുത്തോ. ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ കുഞ്ഞിന്റെ കൈവിരല് ചവിട്ടി ഒടിച്ച് കൊക്കയിലെ അന്ത്യയാത്രാമൊഴി കൊടുത്ത നിന്നെ ഞങ്ങളിവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ലി കൊല്ലം പോടി. ആരാ ചോദിക്കാൻ വരുന്നെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിയമത്തിന്റെ പഴുതൊക്കെ നീ പറഞ്ഞു തന്നത് നന്നായി. നീ പറഞ്ഞ പരിരക്ഷയൊക്കെ UK-യിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകൾക്ക് മാത്രമല്ല, ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്കും കിട്ടുമല്ലോ. നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ലടി. അതെ, ഞങ്ങള് പെൺവർഗത്തിന് മൊത്തത്തിൽ നാണക്കേടാ. ചത്തോടി നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, ഇതെന്താ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്താ അമ്മു, നീ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ രാജുവേട്ടാ, എത്രയോ ദിവസങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സങ്കടങ്ങള് തീർന്നു കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാ. സ്വാതിക്കുന്നതിനോട് പഴയ സ്നേഹമില്ലെന്ന സങ്കടമായിരുന്നല്ലോ നിനക്ക്. അതൊക്കെ മാറിയോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, നീ ആയിട്ട് സ്വാതി സങ്കടപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അവളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ. അല്ല, ചേച്ചിക്ക് എന്നെ അദ്ദേഹത്തിന് ചേർത്ത് ചില സംശയങ്ങളുണ്ടായിരുന്നു. അമ്മു, സ്വാതിയോട് ആരെങ്കിലും അത് പറഞ്ഞതാണോ? ചേച്ചി ഇന്ന് മനസ്സ് തുറന്നു. ചേച്ചി സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാനും അദ്ദേഹം അതാണെന്ന് ഓർത്ത് പേടിച്ചതാ. പക്ഷേ ചേച്ചി അതൊന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ അവസ്ഥയെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ മുന്നിൽ വരുന്നതും ഞങ്ങളുടെ സംസാരവും ചേച്ചിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. സ്വാതിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത കുറവാണല്ലോ. കവിത ചേച്ചി എന്തൊക്കെയോ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തലതല്ലി കരയുന്നത് കണ്ട് അദ്ദേഹം എന്നെ പിടിച്ചു മാറ്റിയത് മാത്രം ചേച്ചി കണ്ടു. എല്ലാം കൂടി ചേച്ചി വല്ലാതെ വിഷമിപ്പിച്ചു. ചേച്ചി കിടന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി എന്നുള്ള തോന്നലുകളായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ചേച്ചി ഞങ്ങളെ വിളിച്ച് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാ പിണക്കങ്ങളൊക്കെ മാറിയത്. സ്വാതിയുടെ മനസ്സെന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ. നീയും സഞ്ജു സംസാരിക്കുന്നത് കണ്ട് സ്വാതി തെറ്റിദ്ധരിച്ചെങ്കിൽ അവള് സത്യം തിരിച്ചറിഞ്ഞല്ലോ. അപ്പോ സഹിക്കാൻ കഴിയും അവൾക്ക്? പിണക്കം മാറിയെന്ന് കരുതി ആശ്വസിക്കൊന്നും വേണ്ട അമ്മു. വരാനിരിക്കുന്നതേ ഇതിലും വലിയ അബദ്ധ. കവിതപ്പച്ച ഒരു വശത്ത്, മറുവശത്ത് ആ ഡിക്റ്റേറ്റീവ്. കവിതപ്പച്ച ഒരു തെളിവിനായിട്ട് കിടന്ന് ഓടുക. എല്ലാ തെളിവുകളും ആ ഡിക്റ്റേറ്റീവിന്റെ കയ്യിലുണ്ട്. നിന്റെ കല്യാണക്കത്തുമായിട്ട് നടക്കയാള്.
അല്ല, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് സ്വാതി മനസ്സിലാക്കണം. സഞ്ജുവിനോട് വേറൊരു വിവാഹം കഴിക്കാൻ സ്വാതി പറയുന്നുണ്ടെങ്കിലും അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറില്ല. എനിക്കത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സറിയാനുള്ള ശ്രമമായിരുന്നു ചേച്ചിയുടേത്. അദ്ദേഹം ചേച്ചിക്ക് വാക്കും കൊടുത്തു. അതിനുശേഷം ചേച്ചിക്ക് സംശയങ്ങൾ തുടങ്ങിയത്. സഞ്ജനയെ വെച്ചും സഞ്ജുവിനെ അളക്കാൻ അവൾ ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെ സ്വാതിക്ക് സഞ്ജുവിനെ മറക്കാൻ പറ്റും? ആർക്കെങ്കിലും അടർത്താൻ കഴിയുന്നതാണോ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം? ചേച്ചി കിടപ്പിലായി പോകുന്നതിന് മുമ്പാണ് ആ സത്യം ചേച്ചി അറിയാൻ ഇടവന്നതെങ്കിൽ കാല് പിടിച്ച് മാപ്പിരക്കായിരുന്നു. ഈ അവസ്ഥയിൽ എനിക്കതിന് കഴിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കില്ല. അറിഞ്ഞ പിന്നെ ചേച്ചി പിന്നെ ഉണ്ടാവുമെന്ന് സംശയം. എല്ലാത്തിനും ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. എത്രയും വേഗം സ്വാതിയെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അലോപ്പതി ചികിത്സ കൊണ്ടൊന്നും ഫലമില്ലെന്ന് കരുതിയിരിക്കല്ല അമ്മ വേണ്ടത്. നീ എന്ന് പറഞ്ഞ പോലെ സ്വാതി ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. സ്വാതി എഴുന്നേൽപ്പിച്ച് നടത്താൻ നിനക്ക് കഴിഞ്ഞ പിന്നെ ഈ സത്യം അറിഞ്ഞാലും സ്വാതി നിന്നോട് ക്ഷമിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം നമ്മൾ ഒരുമിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലും പിന്നീട് പൂജ അവസാനിക്കുന്ന ദിവസം നീ തനിച്ചും പെരുവണ്ണാപുരത്ത് പോയിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അവിടേക്ക് ഒരാൾ പോയി വരണമെങ്കിൽ ഒരു പകലാ തീർന്നു കിട്ടുന്നത്. ദയവായി അമ്മ ഇപ്പൊ എന്നെ അതിന് നിർബന്ധിക്കരുത്. എനിക്ക് ഓഫീസിൽ പിടിപ്പത് ജോലിയമ്മേ. ഒരു ദിവസം നീ അമ്മയ്ക്ക് വേണ്ടി താമോനെ. എന്റെ തിരക്ക് കഴിയുമ്പോ അമ്മയോട് ഞാൻ പറയാം. ഇനി ഞാൻ എന്തു പറയാന്? പിന്നെ നമ്മൾ ആരും അറിയരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവളീ വീട് വിട്ട് പോയെന്നും വരും. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. മോള് പറ, അച്ഛൻ വന്നില്ലേ? അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച മട്ടില്ല. എന്തൊക്കെ എഫേർട്ട് എടുത്താ അച്ഛൻ അങ്ങനെ ഒരു കമ്പനിയിൽ കയറിയത്? എല്ലാം ഇപ്പൊ വെറുതെ ആയി. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. കമ്പനിക്ക് മെയിലും അയച്ചു കഴിഞ്ഞു. ഇനി എന്താ അച്ഛന്റെ തീരുമാനം? എന്നെ നോക്കി ഇവിടെ കൂടാനാണോ? മോള് പറയുന്നത് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇനി നിന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞ് ഒരു ചിന്തയും അച്ഛനില്ല. വിദേശത്തേക്ക് എന്നെ കൂടെ കൊണ്ടുവന്ന പ്രതീക്ഷയിലെ അച്ഛനെന്ന് എനിക്കറിയാം. ചെറിയൊരു പ്രതീക്ഷ അവിടുന്ന് കിട്ടിയാൽ നമുക്ക് പോണം. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാ ഞാൻ. മോളെന്താ ആലോചിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോയാലുള്ള അമ്മൂന്റെ അവസ്ഥ ഓർത്തു പോയതാ. അവക്ക് ഇവിടെ കഴിയാലോ. ഞാൻ പോയാൽ അവൾ ഇവിടെ നിൽക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. അവളുടെ ഡിവോഴ്സ് പെറ്റീഷനെങ്കിലും കോടതിയിൽ എത്തിക്കണം. അതിന് ഭർത്താവിനെ പറ്റി അവള് പറയണ്ടേ? നീ എന്തൊക്കെ ചെയ്തു? വല്ല ഫലം ഉണ്ടായോ? ആ ഡിറ്റക്റ്റീവ് വാചകടി മാത്രമേ ഉള്ളൂ. അയാള് മനസ്സ് വെച്ചെങ്കിൽ ആ നാട്ടിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു. ഇനി അയാൾ അവിടെ പോയെങ്കിൽ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ ആർക്കെങ്കിലും ഓർമ്മ കാണും. അയാൾ അവിടെ പോയിട്ട് തന്നെയാ മോളെ കാണാൻ വന്നത്. അമ്മൂന് ആ നാട്ടുകാർക്ക് എല്ലാം അറിയാം. ആ കല്യാണം ആരും മറക്കില്ല. നാട്ടുകാരിടപെട്ട അവളുടെ കല്യാണം നടത്തിയത്. പെരുവണ്ണാപുരത്തുള്ളവരൊക്കെ ലച്ചു എന്ന് അമ്മൂനെ വിളിക്കുന്നെ. സ്വന്തം വീട്ടുകാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടുകാരവൾക്ക് നൽകണമെങ്കിൽ അവളുടെ കാര്യങ്ങൾ അവരൊരിക്കലും മറക്കില്ല. ശ്രീകുട്ടി ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. നാളെ തന്നെ പെരുവണ്ണാപുരത്തേക്ക് പോകണം. മോളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ലേ? കുറച്ചേരം കിടന്നോളൂ. ഞാൻ കിടന്നോളാം, അച്ഛൻ പോയിക്കോളൂ. അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ
നമ്മൾ സംസാരിക്കട്ടെ എന്ന് കരുതി അമ്മ ഇങ്ങോട്ട് വരാത്തത്. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ തോന്നലൊന്നുമല്ല, ഞാനത് വ്യക്തമായിട്ട് കണ്ടത് തന്നെയാണല്ലോ. ചേച്ചി, ചേച്ചിന്റെ പിച്ചുമ്പയും പറയുന്നേ ഒന്നുമില്ല പ്രതാപ, ഞാനെന്തോ ഓർത്തതാ. അതൊന്നുമല്ല, കാര്യമായിട്ട് എന്തോ ചേച്ചി അലട്ടുന്നുണ്ട്, അതുറപ്പാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഇതെന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? എന്തു പറ്റി പ്രഭേച്ചി? പാർവതിയുടെ കയ്യിൽ എന്തോ കണ്ടെന്ന് ചേച്ചി അത് ആവശ്യപ്പെട്ടപ്പോ പാർവതിയും ഗാർഗിയും കൂടെ അത് എവിടേക്ക് ഒളിപ്പിച്ചു എന്നൊക്കെയാ ചേച്ചി എന്നോട് പറഞ്ഞത്. സത്യമാണോ ചേച്ചി? അവളുടെ കയ്യിൽ പ്രഭേച്ചി എന്താ കണ്ടത്? എനിക്കത് വേണം, എനിക്കത് കിട്ടണം. ചേച്ചി അതെന്ന് മാത്രം പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് സംഘടിപ്പിച്ചു തരാനാ? സാധനം എന്താണെന്ന് ചേച്ചി ഒന്ന് പറ. രണ്ടിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഞാനത് വാങ്ങിച്ചുതരാം. പറ. ചേച്ചി, പാർവതിയും ഗാർഗിയും കൂടെ ഗായത്രി ചേച്ചിയുടെ പഴയ പാത്രങ്ങൾ കഴുകുന്ന ഞാനാ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തേ. ഇനി ആ പാത്രങ്ങളെങ്ങാൻ ചേച്ചി ഉദ്ദേശിച്ചത് ആ പാത്രങ്ങളാണെങ്കിൽ ഞാനത് ഏറ്റു. അതാണെങ്കിൽ പ്രഭേച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ? ഞാനത് മുഴുവൻ പെറുക്കിയെടുത്ത് പ്രഭേച്ചിയുടെ മുമ്പേ കൊണ്ടുവയ്ക്കില്ലേ? എനിക്കെന്തിനാ ആ പാത്രങ്ങള്? ഞാനെന്താ ആഗ്രഹക്കച്ചവടം നടത്താൻ പോന്നോ? പിന്നെന്താ പ്രഭേച്ചിക്ക് വേണ്ടത്? അത് തുറന്നു പറ. എനിക്കത് മാത്രം മതി. പിന്നെ തുടങ്ങി. എന്റെ ചേച്ചി അതെന്ന് പറയുന്ന സാധനത്തിന് ഒരു പേരില്ലേ? പ്രതാപ, ഗോപിയേട്ടനെ പോലെ പ്രഭേച്ചിയുടെ ബ്രെയിനിനും എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാ എന്റെ ഒരു സംശയം. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഭേച്ചി പലതും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതൊന്നുമല്ല, എന്തോ കണ്ട് പേടിച്ച പോലെ എനിക്ക് തോന്നുന്നു. എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ ഒരു പരിഹാരം കാണാൻ പറ്റൂ. ഇനി പ്രഭേച്ചിക്ക് സൗകര്യമുള്ളപ്പോ പറയും. ചേച്ചി, ഇനി പറ, എന്താ ചേച്ചിയുടെ പ്രശ്നം? പതിനാറ് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഗായത്രി മരിച്ച ദിവസം, ശേഖർജി ഗോപിയേട്ടന് കൈമാറിയ പെട്ടി അത് ഞാൻ കണ്ടു. ചേച്ചി, ശേഖരളിയൻ ഗോപിയളിയന് പെട്ടി കൈമാറിയോ? അവര് കഴുകാൻ കൊണ്ടുപോയ ഗായത്രിയുടെ പഴയ പാത്രങ്ങളുടെ കൂട്ടത്തില് അത് ഉണ്ടായിരുന്നു. ഓ, വലിയ പെട്ടിയാണോ ചെറിയ പെട്ടിയാണോ? അല്ല, ആ പെട്ടിയില് കനത്തത് എന്തെങ്കിലും ഉണ്ടാവോ ചേച്ചി? കനത്തതല്ല പ്രതാപ, ആരും കണ്ടുകൂടാത്ത ഒന്ന്. അതാണ് എന്റെയും പേടി. ആരും കണ്ടുകൂടാത്തെന്ന് പറഞ്ഞാ ഓ, വിശാല്. ആ പെട്ടി വിശാലിന്റെ കയ്യിൽ എത്തിയാലോ? അതല്ലേ ചേച്ചിയുടെ ടെൻഷൻ? അങ്ങനെ സംഭവിച്ചാൽ അമ്മ പോയ വഴിയെ മകനെയും ഞാൻ പറഞ്ഞയക്കും. അതിന് പാർവതിയല്ല, സാക്ഷാൽ പരമശിവൻ അവന്റെ രക്ഷയ്ക്ക് വന്നാലും ഒരു മാർക്കണ്ഡേയനാവാൻ അവനെ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാത്രി കഴിക്കാനുള്ളതിൽ കുങ്കുമം. അല്ല, ഇതെന്തിനാ ഈ മരുന്നിലൊക്കെ മഞ്ഞളും കുങ്കുമവും തൊടുന്നേ?
ഇത് അച്ഛന് കഴിക്കാനുള്ള മരുന്നാ. രാത്രി കൊടുക്കാനുള്ളതും രാവിലെ കൊടുക്കാനുള്ളതും ഉണ്ട്. തിരിച്ചറിയാൻ വേണ്ടി അടയാളം ഇട്ട് വെച്ചതാ. ഈ കവറിന് പുറത്ത് നൈറ്റ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താ കാര്യം വിശാലെ? ഇവൾക്ക് വായിക്കാൻ അറിയണ്ടേ? വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ എന്താ, സംഗതിയൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചെയ്യാനേ വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല. ആന്റി, വകതിരിവുണ്ടായ മാത്രം മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കു ബ്രോ. വകതിരിവെന്ന് കേട്ടിട്ടുണ്ടോ ദുശീലാന്റി? സോറി, എപ്പോഴും അങ്ങനെ നാവില് വരൂ. സുശീലാന്റി കേട്ടിട്ടുണ്ടോ? വകതിരിവെന്ന് പറഞ്ഞ പാർവതിക്കുള്ളതും ആന്റിക്കില്ലാത്തതും. നല്ലത് കണ്ടാലേ അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നതേ വകതിരിവില്ലാത്തതുകൊണ്ടാ. വകതിരിവില്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോന്ന് ഞാനിപ്പോ തന്നെ തെളിയിച്ചു തരാം. രാത്രി കഴിക്കാനുള്ള മെഡിസിനും പകല് കഴിക്കാനുള്ള മെഡിസിനിലും നീ അടയാളം വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഇല്ലേ, അത് നീ എങ്ങനെ തിരിച്ചറിയും? അടയാളം വയ്ക്കാത്തത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അത് അച്ഛന് റൂമിലിരിപ്പുണ്ട്. ചമ്മി 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 ആന്റി, ചമ്മി ചമ്മി നാശമായി. എന്റെ ദുശീലാന്റി, പിന്നെയോ അങ്ങനെ തന്നെ നാവല് വരുക. അങ്ങനെ തന്നെ മതി. ഈ പാർവതിയെ തോൽപ്പിക്കാനേ പറ്റില്ല. കാരണം ഇവൾക്ക് ശുദ്ധ മനസ്സാ, സത്യസന്ധതയുള്ളവളാ. എന്ത് തന്നെ ആയാലും എഴുത്തും വായനയും അറിയാത്ത ഇവളെ ഹോം നേഴ്സായി ജോലി ഏൽപ്പിച്ചാ പിന്നെ കരയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ല. എന്നെ കളിയാക്ക അല്ലേ? സത്യമായിട്ടും അല്ല. നിന്റെ ഈ ഐഡിയ എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഐഡിയ മാത്രമേ ഇഷ്ടമായുള്ളൂ, ഐഡിയയുടെ ഉടമ ഇഷ്ടായില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്കിടയിൽ ഒരു വലിയ അകൽച്ചയുണ്ട് സാർ. അകൽച്ചയെന്ന് പറഞ്ഞ മനസ്സുകൊണ്ടുള്ള അകൽച്ചയല്ല. ഭാര്യയും ഭർത്താവും രണ്ടിടത്ത് കിടക്കുന്നു. എന്തായാലും ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോവാ. നാളെ കഴിഞ്ഞ പിന്നെ എന്റെ സ്ഥാനം ദേ ഈ കട്ടില്ല. ഇനി ആരെയും പേടിക്കാതെ സാറിനോട് ചേർന്ന് നടക്കാം. സാറിനോട് തമാശ പറയാം, ചിരിക്കാം. നാളെ സൂര്യൻ ഉദിക്കാൻ എന്നെ പോലെ ആരും കാത്തിരിക്കുന്നുണ്ടാവില്ല. മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും തുറന്നു പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല, എന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞൊഴുക. വാക്കുകളൊക്കെ ഞാൻ അറിയാതെ തന്നെ പുറത്തേക്ക് വരിക. ഞാൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്കും കൂടി വേണ്ടിയാ സാർ. ഞാനും മനസ്സ് കൊണ്ടു നടന്ന ആഗ്രഹങ്ങളാ. നാളെ നേരം വിളിക്കാൻ വേണ്ടി ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുക. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹലോ GM. മാഡം, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മാഡത്തിന്റെ തീരുമാനം അറിയണം. എന്താ? മാഡം, കോഴിക്കോട്ടേക്ക് നമ്മുടെ ഒരു ലോഡ് പോരുന്നു. കോഴിക്കോട് ഡീലർ നമ്മുടെ ലോഡിനായി കാത്തു നിൽക്കുക.
വയനാട് ഡീലർക്കും പ്രോഡക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മാഡം, കോഴിക്കോടാണ് ഫാസ്റ്റ് മൂവിംഗ്. വയനാട് 2 ദിവസം വൈകിയാലും സാരമില്ല. അപ്പോഴോട് കോഴിക്കോട് ഡീലർക്ക് സപ്ലൈ ചെയ്യാലോ. മാഡത്തിന്റെ ഡിസിഷൻ അറിയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അല്ല, ചെയർമാൻ എന്ത് പറഞ്ഞു? സാറെന്തോ തിരക്കില്ല. മാഡത്തിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാൻ പറഞ്ഞു. ഓ, ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലറാണോ കോഴിക്കോട് ഡീലറാണോ? അത് വയനാട് ഡീലറാ. പക്ഷെ വയനാട് സെയിലാവുന്നതിന്റെ 3 ഇരട്ടിയാ കോഴിക്കോട് സെയിലാവുന്നത്. കോഴിക്കോട് ഡീലർ പേയ്മെന്റ് അഡ്വാൻസാ. വയനാട് ഡീലർ പല സമയത്തും ഡിലേ വരുത്തുന്നുണ്ട്. ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലർ അല്ലേ? അതെ മാഡം. അപ്പോ ലോഡ് വയനാട് ഡീലർക്ക് നൽകണം, മാറ്റമില്ല. പിന്നെ വയനാട്ടിലെ സെയില് കുറവാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് പഠിക്കണം. സെയില് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് റിപ്പോർട്ടും തരണം. അതുപോലെ തന്നെ പേയ്മെന്റിന് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായൊരു വിശദീകരണം ആവശ്യപ്പെടണം. നിലവിലെ ഡീലർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുതിയ ആളെ വെക്കാലോ. ശരി മാഡം. പക്ഷേ നമ്മുടെ ഭാഗത്ത് കാര്യങ്ങൾ എപ്പോഴും 100% സത്യസന്ധമായിരിക്കണം. ആദ്യം ആവശ്യപ്പെടുന്ന ആരാണോ അവർക്കായിരിക്കണം മുൻഗണന. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. അതിൽ നിന്നുള്ള താൽക്കാലിക നേട്ടങ്ങളും വേണ്ട. അങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ലാഭം മറ്റേതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും വലിയ നഷ്ടം ഉണ്ടാവും. ഓക്കെ മാഡം, താങ്ക് യു. ശരി. ശ്യാമേ, ഗുഡ് ഡിസിഷൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ അങ്കിൾ. നമ്മൾ വിചാരിക്കുന്നത് നടത്തിത്തരാൻ ഒരാൾ ഇപ്പൊ എത്തും. അയാളായിരിക്കും ഇനി നമുക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരാ ജഗനങ്ങൾ? പുതിയ ആള്? പ്രതീക്ഷിച്ച ആള് കൃത്യമായിട്ട് എത്തിച്ചേർന്നല്ലോ. ജയേഷ്, ഇതാണ് ഐശ്വര്യ. ഹലോ ഐശ്വര്യ, ഇത് SI ജയേഷ്, നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI. ഹായ്. ജയേഷിന്റെ കാര്യങ്ങള് ഞാൻ ഐശ്വര്യയോട് പറയുമായിരുന്നു. ആനന്ദ നിലയത്തിനെതിരെ ഇനി നമ്മുടെ ഒപ്പം ജയേഷും ഉണ്ടാവുന്നു. നിലവിലെ എല്ലാ കാര്യങ്ങളും ജയേഷിനറിയാം. വർമ്മയുടെ കമ്പനി പൂട്ടണം, അഖിലിന്റെ ജീവിതം തകരണം. ഇത് രണ്ടുമാണ് എന്റെയും ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയൊരു ശത്രുതയുണ്ട്. എന്റെ അച്ഛനും വർമ്മയും അനിയന്റെയും ചേട്ടന്റെ മക്കളാണ്. കാര്യങ്ങൾ പറഞ്ഞാലേ ഒരുപാടുണ്ട്. അഖിലുമായിട്ടുള്ള വിരോധം പഠിക്കുന്ന സമയത്ത് എനിക്കുള്ളതാണ്. ജയേഷിന്റെ അച്ഛനും ഞാനും പരിചയക്കാരാ. ജയേഷാണ് നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന SI എന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. ആ വീടും അതുപോലെ അഖിലും തകർന്നു കിട്ടാൻ ആരോട് കൂട്ടുകൂടാനും എനിക്കൊരു മടിയില്ല. സത്യത്തിൽ ജഗനങ്ങൾ, ഇദ്ദേഹം കൂടി വന്നപ്പോ ആത്മവിശ്വാസം വല്ലാതെ കൂടുക. നമുക്ക് 2-3 തരത്തിൽ വേണം ആ വീടുമായുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ. ഒന്ന്, ജഗൻജി പറഞ്ഞതുപോലെ അശ്വതിയെ മുന്നിൽ നിർത്തിയുള്ള ഗെയിം. അതെ, ആദിയുടെ കാമുകി അശ്വതി. അശ്വതിയെ ആ വീട്ടിലേക്ക് എത്തിക്കണം. അതോടെ അവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങും. അതെ, അശ്വതി ആ വീട്ടിൽ കയറ്റണമെങ്കിൽ ആദ്യം അശ്വതി പൂർണ്ണമായി നമ്മുടെ വശത്തേക്ക് വരണം. ജഗൻജിയും വൈഫും കൂടി അശ്വതിയെ സ്വാധീനിക്കണം. ഈ അശ്വതിയുടെ മകൾ PVR സ്കൂളിൽ പഠിക്കുന്നല്ലേ പറഞ്ഞേ? അതെ, അവിടെ പഠിക്കാം. അപ്പൊ സ്കൂളിൽ വിളിച്ച് അശ്വതിയുടെ അഡ്രസ് ഞാൻ എടുത്തുതരാം. അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻ ഞാനും മായയും കൂടി നടത്തിക്കോളാം. അഖിലിനെയും ആദിയെയും അരുണിനെയും പേഴ്സണലായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം.
തുടർച്ചയായിട്ട് ഓരോരോ ഇഷ്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ ശ്യാമ ഇല്ലാതാവുക എന്നുള്ളതാ. അഖിലിനെ ഇല്ലാതാക്കുന്നത് ശ്യാമയെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ്. ശ്യാമയെ പൂട്ടാനും നമ്മൾ കൃത്യമായൊരു അവസരം ഉണ്ടാക്കണം. ഒരു കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അത് നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോത്സ്യൻ വന്ന് സമയം കുറിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിനുള്ള സമയം വീട്ടിൽ തന്നെ നടത്തുന്ന ചടങ്ങാ. അതാ വസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ വിവാഹം നടക്കാൻ പാടില്ല. അതെ, യഥാർത്ഥത്തിൽ അഖിലിന്റെയും ശ്യാമയുടെയും സമയം നമ്മളാ കുറിക്കുന്നത്. അവരുടെ നാശത്തിന്റെ സമയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ ജന്മാംശമാണ് ഈ കുഞ്ഞെന്ന് ഈശ്വരിയമ്മ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇനി ഈശ്വരിയമ്മ വന്നിട്ട് വേണം ഇവന്റെ ഭാവി കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ. അതിന് ചോദിക്കാനും മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ഒന്നുമില്ല സുഭദ്രേ. നമ്മുടെ മോനെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കില്ലേ? വളർന്ന് വലുതായി തൃപ്പങ്ങോട്ടിന്റെ യശസ് ഉയർത്തേണ്ടവനല്ലേ ഇവൻ? ആഹാ, എന്റെ മോന്റെ അമ്മയ്ക്കുള്ള പാലെത്തിയല്ലോ. പാല്. എനിക്കിപ്പോ പാല് വേണ്ട. ഒരു രുചിയും ഉണ്ടാവില്ല കുടിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആരോഗ്യം നോക്കേണ്ട സമയമല്ലേ സുഭദ്ര ഇത്? ഈ പാല് കുടിച്ചേ പറ്റൂ. എന്നാലല്ലേ നമ്മുടെ കുഞ്ഞിനുള്ള പാലുണ്ടാവൂ. ഇത് കുടിക്ക്, കുടിക്ക്. ശരി ശരി, ഞാൻ കുടിച്ചോളാം. ഒരു നിമിഷം, ദാ കുഞ്ഞിനെ പിടിക്ക്. എന്താടാ വാവേ, കുടിക്ക്. വാവേ, ദേ നമ്മുടെ മോന്റെ നോട്ടം കണ്ടോ? കൊതിയൻ. അമ്മ പാല് കുടിക്കുന്നത് നോക്കുക. നിനക്കും തരാം കേട്ടോ. വേണ്ടോ? എന്തു പറ്റി? ഒന്നുമില്ല, ഞാനൊരു സ്വാർത്ഥത കൊണ്ട് പറഞ്ഞത്. സ്വാർത്ഥതയോ? ആ അതെ, എന്റെ സുഭദ്രയ്ക്കുള്ള പാലാ ഇത്. മറ്റാർക്കും നൽകാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ മകനായ പോലും അതങ്ങനെ തന്നെയാ. നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കിവൻ. വേണമെങ്കിൽ അതെന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ഓ ശരി ശരി, സമ്മതിച്ചു. ഇത് ഞാനിപ്പം മുഴുവൻ കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നീ പാല് കുടിക്ക, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തട്ടെ. ഇതെന്താ ഒരു അരുചി? അരുചിയോ? അതെ, സാധാരണ തരുന്ന പാലിന്റെ രുചി അല്ലല്ലോ. നല്ല ചവർപ്പ്. ഓ അത് ശരി. എന്റെ അമ്മയുടെ ഒരു കാര്യം, മോള് പ്രസവം കഴിഞ്ഞതല്ലേ, ശരീരം പെട്ടെന്ന് നന്നാവാൻ ആ കുങ്കുമപ്പൂ വാരിയിട്ട് കാണും. സാരമില്ല, ശരീരം നന്നാവാനല്ലേ, കണ്ണു അടച്ചങ്ങ് കുടിച്ചേക്ക്, ഒരു കുഴപ്പമില്ല. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.